ചെങ്കടൽ ചരക്കുപാതയുടെ സുരക്ഷയ്ക്ക് വേണ്ടി പുതിയ സൈനിക സഖ്യം തയ്യാറാക്കാൻ സൗദി അറേബ്യ 50 രാജ്യങ്ങളെ സഖ്യത്തിന്റെ ഭാഗമാകാൻ ക്ഷണിച്ചു എന്നാണ് റിപ്പോർട്ട്. റിയാദ് ആസ്ഥാനമായിട്ടായിരിക്കും ഈ പുതിയ സൈനിക സഖ്യം പ്രവർത്തിക്കുക. ഇറാന്റെ പിന്തുണയുള്ള യമനിലെ ഹൂതികൾ ചെങ്കടലിൽ തടസ്സം സൃഷ്ടിക്കുന്നതാണ് പുതിയൊരു സൈനിക സഖ്യം രൂപീകരിക്കാൻ സൗദിയെ പ്രേരിപ്പിക്കുന്നത്. ഇതിനായി നിരവധി രാജ്യങ്ങളെ സൗദി ക്ഷണിച്ചു എന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത്. ജൂലൈ 20 മുതൽ ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതം ഹൂതികൾ തടഞ്ഞിരിക്കുകയാണ്. സൗദിയിൽ നിന്ന് പുറപ്പെട്ട കപ്പലുകൾക്ക് നേരെ ഹൂതികളുടെ വക ആക്രമണങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. ഹോർമുസ് പാതക്ക് പുറമെ ചെങ്കടൽ പാത കൂടി അടയുന്നത് സൗദിയെ സാമ്പത്തികമായി തകർക്കും. ഈ സാഹചര്യത്തിലാണ് അവർ സൈനിക സഖ്യം തേടുന്നത്. യമനോട് ചേർന്നാണ് ബാബൽ മന്ദബ് കടലെടുക്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ കപ്പൽ പാതയിൽ ടോൾ ഏർപ്പെടുത്താൻ ഹൂതികൾ ആലോചിക്കുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ അവസരത്തിൽ അമേരിക്ക, പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി, ജിബൂട്ടി, സോമാലിയ, സുഡാൻ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവർക്കെല്ലാം സൗദിയുടെ ക്ഷണം പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ആരൊക്കെ ഇതിന് അനുകൂലമായി പ്രതികരിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. എല്ലാ രാജ്യങ്ങൾക്കും സൗദി വളരെ പ്രധാനമായതിനാൽ അവരെല്ലാം കൂടെ നിൽക്കുമെന്നാണ് വിലയിരുത്തൽ, പ്രത്യേകിച്ച് പാകിസ്ഥാനും അമേരിക്കയും. കൂടാതെ ചെങ്കടൽ തീരത്തുള്ള രാജ്യങ്ങളായ ഈജിപ്ത്, ജിബൂട്ടി, സുഡാൻ എന്നിവ പുതിയ സൈനിക സഖ്യത്തിൽ ചേരാൻ തയ്യാറായി എന്ന് അൽ മോണിറ്റർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 50 രാജ്യങ്ങളെ സഖ്യത്തിൽ ഉൾപ്പെടുത്താനാണ് സൗദിയുടെ തീരുമാനമെന്നും ആ റിപ്പോർട്ടിൽ പറയും. സൗദി പ്രതിരോധ മന്ത്രി പ്രിൻസ് ഖാലിദ് ബിൻ സൽമാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്, വൈസ് പ്രസിഡന്റ് JD വാൻസ് എന്നിവരുമായി ചർച്ച നടത്തി. സൗദിക്കും യമനും ഇടയിലാണ് ചെങ്കടൽ. ഒരു ഭാഗത്ത് ഈജിപ്ത്, സുഡാൻ, എറിത്രിയ, ജിബൂത്തി എന്നീ രാജ്യങ്ങളാണ്, മറുഭാഗത്ത് സോമാലിയയും. ലോകത്തെ കടൽമാർഗം വഴിയുള്ള ചരക്ക് നീക്കത്തിൽ 30% പോകുന്നത് ഇതിലൂടെയാണ്. ചെങ്കടലിനെ ഏതൻ ഉൾക്കടലുമായും ഇന്ത്യൻ മഹാസമുദ്രവുമായും ബന്ധിപ്പിക്കുന്നത് ബാബുൽ മന്ദബ് കടലെടുക്കാണ്. GCC രാജ്യങ്ങളുടെ എണ്ണ കയറ്റുമതി ഈ കടലെടുക്ക് വഴിയാണ്. ചെങ്കടലിലേക്കുള്ള 2 കവാടങ്ങളിൽ ഒന്നാണ് ബാബൽ മന്ദബ്, മറ്റൊന്ന് സൂയസ് കനാലാണ്. ഈ ബാബൽ മന്ദബാണ് ഹൂത്തികൾ ഇപ്പോൾ ഉപരോധിക്കുന്നത്. 29 കിലോമീറ്റർ മാത്രം വീതിയിലുള്ള കടൽപാതയാണ് ബാബൽ മന്ദബ്. 2014 മുതൽ യമനിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും വിമത ഹൂത്തികളുടെ നിയന്ത്രണത്തിലാണ്. അന്നു മുതൽ സൗദി അറേബ്യ യമനെതിരെ ഉപരോധം ചുമത്തിയിട്ടുമുണ്ട്. യമനിലേക്ക് വിദേശത്ത് നിന്നും വിമാനങ്ങൾ എത്തുന്നത് സൗദി തടയുന്നതും പതിവാണ്. അടുത്തിടെ ഇറാനിൽ നിന്നും വന്ന വിമാനം സൗദി തടഞ്ഞതാണ് ഇപ്പോഴത്തെ പുതിയ വിവാദങ്ങൾക്ക് കാരണം. തുടർന്ന് സൗദിക്കെതിരെ ഹൂത്തികൾ ആക്രമണം നടത്തുകയും ചെങ്കടലിൽ ഉപരോധം പ്രഖ്യാപിക്കുകയുമായിരുന്നു. സൗദിയുടെ ഈ ക്ഷണം സ്വീകരിച്ച എല്ലാ രാജ്യങ്ങളും സൈനികരെ അയച്ചാൽ ചെങ്കടൽ വീണ്ടും ഒരു യുദ്ധമേഖലയാകും. ഹൂത്തികളെ രക്ഷിക്കാൻ തീർച്ചയായും ഇറാൻ നേരിട്ട് ഇടപെട്ടേക്കും. ഇറാഖിലെ സായുധ സംഘടനകളും അനുകൂല സംഘടനകളും ഈ പോരാട്ടത്തിന്റെ ഭാഗമാകും. ഇത് വലിയൊരു സംഘർഷത്തിന് കാരണമായി മാറുകയും ചെയ്യും. ബാബൽ മന്ദബ് ഒഴിവാക്കി ഏഷ്യയിലേക്കുള്ള കപ്പലുകൾ വടക്കൻ ചെങ്കടലും സൂയസ് കനാലും ആഫ്രിക്കൻ ഭൂഖണ്ഡവും ചുറ്റി സഞ്ചരിക്കേണ്ടി വന്നാൽ യാത്രയ്ക്ക് ഏതാണ്ട് 50 ദിവസത്തോളം വേണം. സാധാരണ രീതിയിൽ ഇത് 16 ദിവസം മാത്രമാണ്. യാത്രാ സമയത്തിലും ഇന്ധന ചെലവിലും ഉണ്ടാകുന്ന ഈ ഭീമമായ വർധനവ് ആഗോള സാമ്പത്തിക രംഗത്തെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയും ചെയ്യും.